അധ്യായം 62 അൽ ജുമുഅ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 11. ഒരുമിച്ചു കൂടൽ എന്നാണ് ജുമുഅയുടെ ഭാഷാർത്ഥം. വെള്ളിയാഴ്ചയ്ക്കും അന്ന് നിർവഹിക്കപ്പെടുന്ന പ്രഭാഷണത്തിനും നമസ്കാരത്തിനും ജുമുഅ എന്ന് പറയാറുണ്ട്. 9-ാം സൂക്തത്തിലാണ് പ്രസ്തുത പദം പ്രയോഗിച്ചത്. ഹിജ്റ 7-ാം വർഷമാണ് ഇതിലെ അവസാന ഭാഗം അവതരിച്ചത്. ആദ്യ ഭാഗം ഹിജ്റ നടന്ന കാലത്തിനടുത്തും. ഇസ്ലാമിക സമൂഹത്തെയും രാഷ്ട്രത്തെയും നശിപ്പിക്കാൻ യഹൂദർ 6 വർഷമായി ചെയ്തുകൊണ്ടിരുന്ന കൊടും വഞ്ചനകളെ തോൽപ്പിച്ച് അവരെ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. ആ പശ്ചാത്തലമാണ് 2-ാം ഭാഗത്തെ പ്രധാന ഉള്ളടക്കം. ആദ്യ ഭാഗത്ത് സത്യനിഷേധികളുടെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ രാജാധിരാജനാണ്, പരമപരിശുദ്ധനാണ്, പ്രതാപിയാണ്, യുക്തിജ്ഞനും. നിരക്ഷരർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ദൂതനെ നിയോഗിച്ചത് അവനാണ്. അദ്ദേഹം അവർക്ക് അല്ലാഹുവിന്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു. അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദവും തത്വജ്ഞാനവും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്കുകൂടി നിയോഗിക്കപ്പെട്ടവനാണ് അദ്ദേഹം. അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനുമല്ലോ. പ്രവാചകത്വം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അതിമഹത്തായ അനുഗ്രഹത്തിനുടമയാണ് അല്ലാഹു. തൗറാത്തിന്റെ വാഹകരാക്കുകയും എന്നിട്ടത് വഹിക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമയിത. ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതയെപ്പോലെയാണവർ. അല്ലാഹുവിന്റെ സൂക്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരുടെ ഉപമ വളരെ നീചം തന്നെ. ഇത്തരം അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. പറയുക, ജൂതന്മാരായവരെ, മറ്റു മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെന്ന് വാദിക്കുന്നുവെങ്കിൽ മരണം കൊതിക്കുക, നിങ്ങൾ സത്യവാദികളെങ്കിൽ. എന്നാൽ അവരൊരിക്കലും അത് കൊതിക്കുന്നില്ല. അവരുടെ കരങ്ങൾ നേരത്തെ ചെയ്ത ദുഷ്കൃത്യങ്ങളാണതിനു കാരണം. അല്ലാഹു ഈ അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്. പറയുക, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത്, ഉറപ്പായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ അകവും പുറവും നന്നായി അറിയുന്നവന്റെ മുന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിശദമായി വിവരമറിയിക്കും. വിശ്വസിച്ചവരെ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദൈവസ്മരണയിലേക്ക് തിടുക്കത്തോടെ ചെന്നെത്തുക. കച്ചവട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. പിന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ പരക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുകയും അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം വരിച്ചേക്കാം. വല്ല വ്യാപാരകാര്യമോ വിനോദവൃത്തിയോ കണ്ടാൽ നിന്നെ നിന്ന നിൽപ്പിൽ വിട്ട് അവർ അങ്ങോട്ട് തിരിയുന്നുവല്ലോ. പറയുക, അല്ലാഹുവിന്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും വ്യാപാരത്തെക്കാളും വിശിഷ്ടമാകുന്നു. വിഭവദാതാക്കളിൽ അത്യുത്തമൻ അല്ലാഹു തന്നെ.